ഗായ്സ്, വീനീസ് ഡയറീസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഗ്ലോബൽ വിപാസന പഗോഡ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ആക്ച്വലി എനിക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. നമ്മളുടെ കസിൻ കാവ്യാണ് അത് സജസ്റ്റ് ചെയ്തത്. ഇന്ന് നമ്മുടെ കൂടെ എൻ്റെ ഏട്ടനുണ്ട്, ഏട്ടത്തിയുണ്ട്, ചിറ്റപ്പനുണ്ട്, കാവ്യുണ്ട്. ഇതാണ് എൻ്റെ അപ്പച്ചി, എൻ്റെ അച്ഛൻ്റെ കസിൻ സിസ്റ്ററാണ്. അപ്പച്ചിയുടെ മോളാണ് കാവ്യ. അങ്ങനെ ഞങ്ങൾ ആ ഒരു പഗോഡ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്തു. ഒരു ഫെറി എടുത്ത് വേണം നമുക്ക് പഗോഡയിലേക്ക് പോകാൻ. ആക്ച്വലി ഇത് എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. ഇന്നലെ അപ്പച്ചി വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെല്ലാവരും കൂടെ ഒരു ഔട്ടിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, വേണി വരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അതിനെന്താ അപ്പച്ചി ഞാൻ വരാം. അനീഷിന് അന്ന് വർക്കില്ലാത്തൊരു ദിവസമായിരുന്നെങ്കിൽ അനീഷും വന്നേനെ. അനീഷിന് അന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ ഫെറിയുടെ അടുത്തേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. കാവ്യ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഈ ബുദ്ധിസമായിട്ട് റിലേറ്റഡ് പെട്ട സംഭവങ്ങളെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. ആക്ച്വലി ഈ പഗോഡ എന്ന് പറയുന്ന സംഭവം തന്നെ ബുദ്ധിസമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് അവരുടെ ആ ഒരു മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പം നമ്മൾ ആ കാണുന്ന ആ ഗോപുരമില്ലേ, അതാണ് ശരിക്കും പഗോഡ എന്ന് പറയുന്നത്. ബുദ്ധ ടെമ്പിളുകളിലെല്ലാം ഈ പഗോഡ ഉണ്ടാവും. അതായത് ഇതിൻ്റെ ഗോപുരമായിട്ട് അത് മെഡിറ്റേഷൻ സെൻ്ററുകളിലാണെങ്കിലും അവരുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ പഗോഡ എന്ന് പറയുന്നത്. ഫെറിയിൽ കയറിയിട്ട് ഒരു അരമണിക്കൂറത്തെ യാത്രയുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും അത് തൊട്ടടുത്ത്, കാണുമ്പോൾ നമുക്കത് തൊട്ടടുത്താന്ന് തോന്നും, പക്ഷേ ഇച്ചിരി ടൈം എടുത്തു അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട്. അത് അടുത്തേക്ക് വരുന്തോറും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു അത്. ആ ഒരു അവിടെ കുറച്ച് ഒരു പോർഷൻ ഒരു കണ്ടൽക്കാടുണ്ടായിരുന്നു. ആ കണ്ടൽക്കാടുകളുടെ ഇടയിൽ ആ ഒരു ഗോപുരം ഇങ്ങനെ തലനിവർത്തി ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താ പറയുന്നത്, അവിടുത്തെ ആ കണ്ടൽക്കാടിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ഞാൻ അവിടെ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ആ ഫെറിയിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ സെൻറ്ററിലേക്കാണ് പോകുന്നത്. ആക്ച്വലി ഇവിടെ 2 ടൈപ്പ് ഓഫ് ആൾക്കാർ വരും. ഒന്ന് ഇവിടെ അമ്യൂസ്മെൻറ്റ് പാർക്ക്, തൊട്ടടുത്ത് അമ്യൂസ്മെൻറ്റ് പാർക്കും ഇപ്പുറത്ത് ഇതുപോലെ പഗോഡ എന്ന് പറയുന്ന മെഡിറ്റേഷൻ സെൻറ്ററും കൂടാണ്. ആക്ച്വലി ഈ കുറേ അധികം ആൾക്കാർ ആ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് പോകുന്നത്. ഒരേ എൻട്രിയാണ്, 2 ഡയറക്ഷനിലാണ്. അങ്ങനെ ഇവിടെ ഒത്തിരി എന്താ പറയുക ഡോഗ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അവർ ഭയങ്കര ഫ്രണ്ട്ലി ഒക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു നേരെ പോയി കഴിഞ്ഞാലാണ് അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോകുന്നത്. ഞങ്ങൾക്കൊരു റൈറ്റ് ടേൺ എടുക്കണം. നമ്മൾ റൈറ്റ് എടുത്ത് ഞങ്ങൾ നേരെ ഈ ഒരു വഴി കൂടെ ഈ വഴി ചെന്ന് ചേരുന്നത് എന്താ പറയുന്ന പഗോഡ എന്ന് പറയുന്ന ആ ഒരു മെഡിറ്റേഷൻ സെൻറ്ററിലേക്കാണ്. ദൂരത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയും മരങ്ങടരൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ആ ഗോൾഡിൽ അങ്ങനെ തിളങ്ങി നിൽക്കുമായിരുന്നു. ഇതൊരു സോളാർ പാനലാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഇതൊരു സോളാർ പാനലിൻ്റെ ഒരു സംഭവമാണ്. വെള്ളത്തിലും സോളാർ പാനൽ വയ്ക്കാം എന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് ഗ്ലോബൽ വിപാസന പഗോഡ, ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അങ്ങനെ ഞാൻ എന്താ പറയുന്നത് അതിനകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുകയാണ്. ആക്ച്വലി ഇന്നിപ്പോൾ ഒത്തിരി പേരുള്ളത് കൊണ്ട് എൻ്റെ വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യാൻ ഒരാൾ ഉണ്ട്. നേരത്തെ എന്ന് പറയുമ്പോൾ ഞാനും അനീഷും മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാനാണ് മോസ്റ്റ് ഓഫ് ദി വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇതിപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന ഒരു എന്താ പറയുന്ന ഒരു സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അകത്തോട്ട്. നമ്മുടെ അവർ ഫുഡൊന്നും മേളിലോട്ട് അലോ ചെയ്യത്തില്ല. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടോ എന്ന് അവർ ബാഗൊക്കെ തുറന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ഇത് മറ്റേ മണി അടിക്കുന്ന ഒരു സംഭവമാണ്. നല്ല വലിയ മണി ഇത് വെച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല ഒരു വൈബ്രൻ്റ് ആയിട്ടൊരു ശബ്ദം വരും. നല്ല ഒരു പോസിറ്റീവ് എനർജി. ഞങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്തു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറി. ആക്ച്വലി ഇവിടെ പാലിക്കേണ്ട കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ നമുക്ക് അടുത്തടുത്ത് നടക്കാൻ പാടില്ല, അതായത് കൈ പിടിച്ച് നടക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് ഇവരുടെ സിസ്റ്റം. അങ്ങനെ ഞങ്ങൾ നേരെ മുകളിൽ ചെന്നു. മുകളിലത്തെ കാഴ്ചകളാണ് ഇത് ഫുള്ള്. അതായത് ആ മെഡിറ്റേഷൻ സെൻറ്ററിന് ചുറ്റും ഇതുപോലുള്ള കൊത്തുപണികളൊക്കെ ചെയ്തിട്ട് അത് സ്വർണ്ണം നിറവും ചുവപ്പ് നിറം കൂടെ ചേർന്നാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഈ മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ അകത്ത് നമുക്ക് കയറാം കേട്ടോ. അകത്ത് കയറി കഴിഞ്ഞാൽ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവിടെ നിന്ന് നേരെ ഇറങ്ങി വരാം. ഇത് വിപാസന എന്ന് പറയുന്നത് ആക്ച്വലി 7 ദിവസം മിണ്ടാതിരുന്ന് ചെയ്യേണ്ട ഒരു മെഡിറ്റേഷനാണ്. അതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും ഇവർ മേടിക്കുന്നില്ല. 7 ദിവസം നമുക്ക് വന്ന് ഇവിടെ മെഡിറ്റേറ്റ് ചെയ്യാം. അങ്ങനെ ധൈര്യമുള്ളവർക്ക് 7 ദിവസമൊക്കെ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ പോസിബിൾ, എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഒട്ടും പോസിബിളായിട്ടൊരു കാര്യമല്ല. അപ്പം അങ്ങനെ 7 ദിവസം മിണ്ടാതിരുന്ന് നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസൊക്കെ വേണ്ടി വരുമായിരിക്കും. എനിക്കറിയില്ല.
എൻ്റെ ഒരു അറിവ് വെച്ച് പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം ചുറ്റി കണ്ടു. ഇവിടെ ധർമ്മ വീലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ധർമ്മ എന്ന് പറയില്ല, ഇവർ ദമ്മ വീൽ എന്നാണ് പറയുന്നത്, ബുദ്ധൻ അങ്ങനെ പറയുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ നേരെ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് അറിയത്തില്ല, അതിൽ ഈ പഗോഡയിൽ മൊത്തം ചെറിയ 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 കുഞ്ഞു 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 മണികളാണ്. ഈ മണികൾ കാറ്റത്താടുമ്പോൾ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടൊരു ശബ്ദം വരും. അതാണ് ആക്ച്വലി പീസ് തരുന്ന ഒരു സംഭവം. ഭയങ്കര ചില മണി അടിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി വരത്തില്ല, അതുപോലാണ് ഈ സംഭവം കാറ്റിൽ ആടുമ്പോൾ ഇതിൻ്റെ ശബ്ദം വരുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇവിടെ മൊത്തം സോളാറിൻ്റെ പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ഫുള്ള് സോളാറയിലാണെന്ന് തോന്നി ഇത് മൊത്തം വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇവിടെ ഇത്രയൊക്കെ കാണാനുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് 2 സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞത്. അതൊന്ന് ആർട്ട് ഗാലറിയും മറ്റൊന്നൊരു ഡോക്യുമെൻ്ററി ആയിരുന്നു. ഡോക്യുമെൻ്ററി ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി, കാരണം ഇത്രയൊക്കെ ചെയ്യുമ്പം അത് ഇച്ചിലൂടെ അപ്ഡേറ്റഡ് ആക്കാം. പിന്നെ ഞങ്ങളൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു നേരെ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് ഡോക്യുമെൻ്ററി, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഡോക്യുമെൻ്ററിയുടെ കാര്യമായിരുന്നു. ഡോക്യുമെൻ്ററി എനിക്ക് അത്ര ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നിയെങ്കിലും പക്ഷേ ആർട്ട് ഗാലറി സൂപ്പറായിരുന്നു. ഡീറ്റെയിലിംഗ് ഒക്കെ എന്താ രസം എന്നറിയാവോ, കണ്ടാൽ തന്നെ നമുക്ക് അവിടെ നിന്ന് കാണാൻ തോന്നും സമയമെടുത്ത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി അവർ ബി ഹാപ്പി വിസിറ്റ് അഗെയിൻ എന്നൊക്കെ എഴുതിയത് വായിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി നേരെ നടന്ന് ഞങ്ങൾ ഫെറിയുടെ അവിടോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഈ വിപാസന എന്ന് പറയുന്ന സംഭവം ചെയ്യാൻ വരുന്ന ആൾക്കാരാണ് മോസ്റ്റ്ലി ഇവിടെ വരുന്നത്. ഞാൻ ടാറ്റ കാണിച്ചപ്പം അപ്പച്ചി വിചാരിച്ചു ആർക്കാ ടാറ്റ കാണിക്കുന്നതെന്ന്. അപ്പോൾ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഓക്കെ ക്യാമറ ഓണാണെന്ന് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് ഫെറിയിലേക്ക് കയറി. അപ്പോൾ എനിക്കിതൊരു വലിയൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇഷ സെൻറ്ററിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയും മെഡിറ്റേഷൻസ് ഉണ്ട്, യോഗ ഉണ്ട്. അവിടെ യോഗ ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അപ്പച്ചി അവിടെ പോകുന്ന ഒരാളാണ്, ആയതുകൊണ്ട് ഞാൻ അപ്പച്ചിയോട് ചോദിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അപ്പച്ചിയും പറഞ്ഞാൽ അവിടെയും ഉണ്ട് ഇതുപോലെ എന്താ പറയുന്നത്, അതായത് മൗനം പാലിച്ചുകൊണ്ട് ചെയ്യുന്ന മെഡിറ്റേഷൻ അവിടെ ഉണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് നടന്ന് ഫെറിയിൽ അവിടുന്ന് നടന്നാണ് പോകുന്നത്. ഇവിടെ കണ്ടൽക്കാടുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, കല്യാൺ സൈഡിലും ഉണ്ട്. ആക്ച്വലി കണ്ടൽക്കാടുകൾ കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ക്യാബ് കിട്ടാത്തത് കൊണ്ട് ക്യാബ് വരാൻ ഒത്തിരി സമയം എടുക്കുമെന്നുണ്ട് ഞങ്ങൾ 2 ഓട്ടോയിലായിട്ട് പോയി. ഈ പുള്ളി ഒത്തിരി ഞങ്ങളെ കറക്കിച്ചു. പക്ഷേ എന്നാലും വീട്ടിലെത്തി. രുക്കുമോൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഗീ റൈസ് ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടായിരുന്നു, ഡാൽ മഖ്നി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എഗ് റോസ്റ്റ് ഉണ്ടായിരുന്നു, എന്താ പറയുന്നത് നെല്ലിക്ക അച്ചാറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.